വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ബിറ്റ് കോയിൻ ഇപ്പം നിൽക്കുന്നത് ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയിലാണ്. ആ ഒരു ഏരിയനെ ഇന്നലെയും വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ താഴോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലും കൂടിയിട്ടാണ് ബിറ്റ് കോയിൻ വന്ന് സപ്പോർട്ട് എടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഒരു നല്ലൊരു ഇമ്പോർട്ടന്റ് ആയ ഏരിയാസിന്റെ ഉള്ളിലാണ് ഇപ്പൊ ആക്ച്വലി മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഏരിയനെ മാർക്ക് ഇടുന്നുണ്ട്. ആദ്യം മാർക്ക് ചെയ്തിരുന്ന റെസിസ്റ്റൻസും രണ്ടാമത് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ടുമാണ്. റെസിസ്റ്റൻസിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോക്കാം. 106,636 ആണ് ഒന്ന്. രണ്ടാമത്തെ എന്ന് പറയുന്നത് 104,852 ആണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് 102,392, അതുപോലെ തന്നെ 100,916 ആണ്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് വരുന്നത്. ഇനി നമുക്ക് 1 ഹവറിൽ പോയിട്ട് കൂടുതൽ അനാലിസിസിലേക്ക് നോക്കാം. 1 ഹവറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തതിന് ശേഷം മുകളിലോട്ട് കയറി പോയിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിൽ വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ഇപ്പൊ തൽക്കാലം മാർക്കറ്റ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായി 1 ഹവറിൽ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ കുറച്ചും കൂടി താഴോട്ടേക്ക് വരുന്ന സമയത്ത്, അതായത് 15 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എനിവേ, ഇനി നമുക്ക് 15 മിനിറ്റിൽ പോയിട്ട് പ്രധാനപ്പെട്ട ഏരിയാസും അതുപോലെ എൻട്രി സാധ്യതകൾ എന്തൊക്കെയാന്നുള്ളത് നോക്കാം. 15 മിനിറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സംഭവിച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു പക്ഷേ ഇവിടെ വരെ വരാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ലെവലിലേക്കായിരിക്കും കൂടുതൽ വരാനുള്ളൊരു സാധ്യത. കാരണം നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഈ ലെവലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലെവലിൽ നിന്ന് ഒരുപക്ഷെ സപ്പോർട്ട് എടുത്ത് ചിലപ്പോൾ വീണ്ടും മുകളിലോട്ടേക്ക് ഒന്ന് മൂവ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ചെറിയൊരു മൂവ് ആയിരിക്കാം, ഏറെക്കുറെ ട്രെൻഡ് ലൈനിലേക്കോ അല്ലെങ്കിൽ ഈ ലെവലിലേക്കോ ആയിരിക്കും എത്താനുള്ള സാധ്യത. എന്തായാലും നമുക്ക് ഈ ഒരു പ്രൈസിന്റെ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിടാം. 103,258, അതുപോലെ 102,755 ആണ്. 50 മിനിറ്റ്സിന്റെ ആയതുകൊണ്ട് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ മാർക്ക് ചെയ്ത ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എടുത്ത് പോയതാണ്. ഇനി അതിന്റെ താഴെ നമുക്കൊരു നല്ലൊരു FEG കാണിക്കുന്നുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഫിഫ്റ്റി മിനിറ്റ്സിന്റെ FEG ആയതുകൊണ്ട് അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 100,463 ആൻഡ് 99,832 ആണ്. അപ്പോൾ ഇത് FEGയുടെ ഒരു റേഞ്ചാണ്. ഇനി മുകളിലോട്ട് പോകുമ്പോൾ നമുക്ക് മറ്റെന്തെങ്കിലും സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. 50 മിനിറ്റ്സിനായിട്ട് ഒരുപാട് പുറകിലോട്ട് പോകണം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് വല്ലതും കിട്ടണമെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഡാറ്റ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല ഒരുപാട് പുറകെ പോകുന്ന സമയത്ത്. ഓക്കെ, നമുക്ക് ആ ഡാറ്റ അത്ര അവൈലബിൾ അല്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് ഹയർ ടൈം ഫ്രെയിമിന്റെ ഇതിന് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഹയർ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്ത കാര്യങ്ങൾ നോക്കിയതിന് ശേഷമേ ട്രേഡ് എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് 50 മിനിറ്റ്സിലെ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയ. ഇനിയിപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ലെവലിലേക്ക് ഇറങ്ങുകയാണ്. അതായത് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഈ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെയുള്ള ഈ ഏരിയയിൽ നിന്നോ ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോവാം. അങ്ങനെ പോവുകയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലാണ്. ഈ ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഈ ലെവലിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോട്ട് ചെയ്യാം. അത് വരുന്നത് 104,431, അതുപോലെ തന്നെ 104,224 ആണ് വരുന്നത്. റെസിസ്റ്റൻസ് ഏരിയ ആണ്, ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. പക്ഷെ അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു പക്ഷെ ചെറിയ ടൈം ഫ്രെയിമിൽ ഒരു ട്രേഡ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത വീണ്ടും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓൾ ടൈം ഹൈ വരെയൊക്കെ പോവാം. എന്തായാലും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അതായത് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമേ അതിന്റെ മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. ഇനി ഒരു സെല്ലൻഡറി എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ ഇവിടെ ഇങ്ങനെ നിന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് വീണ്ടും ഒരു നല്ലൊരു വീഴ്ച വരികയാണെങ്കിൽ നമുക്കൊരു സെല്ലൻഡറി നോക്കാം. സെല്ലൻഡറി നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്
ഈ ഒരു ലെവല് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. ഒരു FEG കൂടി ഉണ്ട് അവിടെ. ആ ഒരു FEGയുടെ കളറൊന്ന് മാറ്റിയിടുന്നുണ്ട്. ആ ഒരു FEG ലെവലിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടും. അങ്ങനെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഡീപ്പ് സപ്പോർട്ടാണത്. അപ്പോൾ അവിടെ നിന്ന് നല്ല ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലെവലിന്റെ മുകളിലേക്കായിരിക്കണം നമ്മൾ എൻട്രി നോക്കേണ്ടത്. ചിലപ്പോൾ ഇതിന്റെ താഴോട്ടേക്ക് വന്നിട്ട് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാം. ഇതിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് ഇതിന്റെ മുകളിൽ നിന്നതിന് ശേഷം മാത്രം എൻട്രി നോക്കിയാൽ മതി, ബൈ എൻട്രി. ഇതിന്റെ താഴോട്ടേക്ക് വന്നതിന് ശേഷം, അതായത് ഈ FEGയിലേക്ക് വന്നതിന് ശേഷം ഒരു വീക്ക് റീടെസ്റ്റ് ആണ് മുകളിലേക്ക് വരുന്നത്. പിന്നെ അതിനെ തുടർന്ന് വലിയൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ട്രേഡ് വീണ്ടും കൊടുക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 1-2 ടാർഗറ്റുകളുണ്ട്. ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലോയാണ്. ആ ലോയുടെ പ്രൈസ് റേഞ്ച് ഒന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. 101,485 ആണ്. അടുത്ത ടാർഗറ്റ് പറയുന്നതും ഈ ഒരു ലോയാണ്. അത് നോക്കിയാൽ കാണാം 100,758. പിന്നീടുള്ള ഒരു ടാർഗറ്റ് വരുന്നത് ഈ ഒരു FEG ആണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മാർക്കറ്റ് ഒരു പക്ഷേ താഴോട്ടേക്ക് വരുന്ന സമയത്ത് എത്താൻ സാധ്യതയുള്ള ഏരിയാസുകളാണ് ഈ പറയുന്നത്. അപ്പോൾ അവിടേക്ക് നോട്ട് ചെയ്ത് വെക്കുക. മാർക്കറ്റ് ഒരു പക്ഷേ നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ വരെ ഈ FEG വരെയൊക്കെ എത്താനുള്ള സാധ്യതയും കൂടിയും കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ ഏരിയാസ് നോട്ട് ചെയ്ത് വെക്കുക. അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.